പരിപാടി? പ്രതീക്ഷയുടെ ഒരു ചോദ്യമാണിത്. പരക്കെ പെയ്യുന്ന മഴ കണ്ട് നാളെ നമ്മളൊക്കെ ഉണ്ടാകുമോ എന്ന ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങളും. ഏതായാലും വലിയ കളിച്ചിരിയും പ്രതീക്ഷയും ഒക്കെ മുൻനിർത്തി അന്നത്തെ ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ കാണുന്നത് നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന ഭൂമി. മലമുകളിലെ ചെരുവിലേക്ക് നോക്കിയാൽ കോട നിറഞ്ഞ കാലാവസ്ഥ. വീടുകൾ ഇരുന്നിടത്ത് കുത്തിയൊലിക്കുന്ന വെള്ളം. ഇത് സ്വപ്നമാണോ എന്നായിരുന്നു പലരുടെയും ചോദ്യം. മുത്തശ്ശി കഥയിൽ മാത്രം കേട്ടു വളർന്ന കഥകൾ ജീവിതത്തിൽ നേരിൽ കാണുമ്പോൾ ഭയം ഇരട്ടിയാവുന്നില്ലേ? അനുഭവഭേദ്യമാക്കിയ വയനാട് മുണ്ടക്കൈ നിവാസികൾക്ക് കരയാൻ കണ്ണുനീർ പോലുമില്ലാതെ മരവിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നു പോലും അറിയാതെ മൗനം വെടിഞ്ഞിരിക്കുന്നവർ. ഒരു ശബ്ദം കേൾക്കുന്ന, ഒരു സ്ഫോടനം പോലെ ശബ്ദം കേട്ട് അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്ലൈറ്റ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇതാന്ന് പുത്തുമല ഉണ്ടായത്, ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലാണ്, എന്തായാലും നമുക്കിവിടെ ശ്രദ്ധിച്ച് നിൽക്കുക. അങ്ങനെ സൗണ്ട് വലിയ സൗണ്ടായിട്ട് അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മളെ കൂടെയുള്ളവർ പറഞ്ഞ്, യൂനുസ് ഹസീനൊക്കെ പറഞ്ഞവർ തന്നെ എല്ലാം പോയി നൂറുക്കുക, നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ആളുകൾ കരച്ചിലും ഒച്ചപ്പാടും കൂക്കും വിളിയൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഓടി വരുന്നു. മറ്റവർ വണ്ടിയെടുത്ത് അസീസും യൂനുസും വണ്ടിയെടുത്ത് കുറേ ആളുകളെ വണ്ടിയിൽ ഇവിടെ എത്തിച്ച്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഗ്രാമങ്ങളാണ് ചൂരമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും. നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇവിടത്തേക്ക് വയനാടിന്റെ ദൃശ്യഭംഗിയെ കൂടുതൽ വർണ്ണിക്കേണ്ടതില്ലല്ലോ. ആ രാത്രി മുണ്ടക്കൈ നിവാസികൾക്ക് അത്ര നല്ല രാത്രി ആയിരുന്നില്ല. പക്ഷികളും മൃഗങ്ങളും അടക്കം ആ വലിയ ദുരന്തത്തിന്റെ ആഴം അറിയിച്ചുകൊണ്ട് നിലവിളിച്ചു. പരിചിതമല്ലാത്ത ശബ്ദം കേട്ട് അവരും ഉണർന്നു. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കില്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇരച്ചു വന്ന മലവെള്ളവും കൂറ്റൻ പാറകളും കണ്ട് ചിലരൊന്ന് പതറി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ ദുരന്തമല്ലാത്തത് കൊണ്ടാവാം നിലവിളിച്ചും സന്ദേശത്തിലൂടെയും ഈ ദുരന്തത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. ഉരുള് പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ, സാധനം ഞാൻ വിളിച്ചിട്ടുണ്ട്, ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു. കുറഞ്ഞ നേരം കൊണ്ട് നിരവധി പേർ രക്ഷാപ്രവർത്തനത്തിനായി കൂടപ്പിറക്കാത്ത കൂടപ്പിറപ്പുകൾക്കായി കുത്തിയൊലിക്കുന്ന ചളിയിലും വെള്ളത്തിലും ഇറങ്ങി. ആ രാത്രി നശിച്ച രാത്രിയെന്ന് പലരും മുദ്ര കുത്തി. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നെന്ന് പുറം ലോകം അറിഞ്ഞത്. പുഞ്ചിരിമട്ടവും മുണ്ടക്കയും ചൂരൽ മലയും നാമവിശേഷമായി. ഇന്നവിടെ വലിയ പുഴ പോലെ വന്നടിഞ്ഞിരിക്കുന്ന ചെറിയ വലിയ കല്ലുകൾ മാത്രം. എന്നിട്ടും കലിയടങ്ങാതെ വീണ്ടും ഉരുൾപൊട്ടി വെള്ളം മിരമ്പി വന്നു.
വളരെ ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. ഞായറാഴ്ച രാത്രി തുടങ്ങിയ മഴ തിങ്കളാഴ്ചയൊന്നും നിന്നിട്ടില്ല. രാത്രിയൊക്കെ പെരുമഴയാണ്. അപ്പം ഞങ്ങൾ രാത്രി ഒരു ഈ പറഞ്ഞ സംഭവം നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം ഈ പുഴയുടെ സമീപപ്രദേശത്ത് താമസിക്കുന്നവർ സേഫാണോ അല്ലേന്ന് ഞങ്ങൾ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബന്ധപ്പെട്ട ആളുകളെ, നമ്മളെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സേഫാണോ, നിങ്ങൾ സേഫായ ഭാഗത്തേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോണ്ടാക്ട്സിലുണ്ട്. സാധാരണ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ പള്ളിയുടെ അപ്പുറത്ത് കൂടി ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. പള്ളിയുടെയും ഈ ടൗണിന്റെ ഒരു ഭാഗത്തിന്റെ ഇടയിലൂടെ ഒഴുകിയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പാലം ഓവർഫ്ലോ ആയ പാലമൊക്കെ തകർന്നിരിക്കുകയാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അതിന്റെ രൂക്ഷത അവിടെ തന്നെ നമുക്ക് മനസ്സിലായി. എല്ലാവരും മണ്ണിൽ ചെളിയിലും പൂണ്ട് കിടക്കുക. കുറെ ആളുകൾ രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കുറെ ആളുകൾ കുട്ടികളും മക്കളും ചെറിയ കുഞ്ഞുങ്ങളും പ്രായമായവരിനൊക്കെ വലിച്ചുകൊണ്ടും എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അത് വെച്ചാൽ അരക്കോളം മണ്ണും മുക്കാലോളം മണ്ണൊക്കെ കടന്നിട്ട് ഇങ്ങനെ അവർ രക്ഷപ്പെടാനുള്ള വിഭ്രാന്തിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്താണ് ഞങ്ങൾ വന്ന് കുറെ ആളുകൾ കൂടി ചെയിനായി നിന്നുകൊണ്ട് കുറേ ആളുകളെ 39 പേരെ, അതായത് ആ 1:23 മുതൽ ഏകദേശം നമ്മൾ ഒരു 2:30 ഞങ്ങൾ ഈ 39 പേരെ റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നമ്മളവിടെ അടുത്തുള്ള നമ്മളെ വീടുകളിലൊക്കെ കൊണ്ടുപോയി ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ചുടുവെള്ളമൊക്കെ കൊടുത്ത് സേഫ്റ്റി ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് വീണ്ടും വലിയൊരു പൊട്ട്. എന്താന്ന് പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട് ഈ ലോകം മുഴുവൻ, അതായത് ഈ പരിസരം മുഴുവൻ തകർത്തെറിയാവുന്ന അത്രയും ശബ്ദത്തിലാണ് ആ സാധനം വരുന്നത്. കൂടെ കിടന്നുറങ്ങിയ കൂടപ്പിറപ്പുകളെ തേടിയുള്ള അന്വേഷണമാണ് ഓരോരുത്തരുടെയും കണ്ണു നനയിപ്പിച്ചത്. കൺമുൻപിൽ പ്രാണനു വേണ്ടി പിടയുന്ന കൂടപ്പിറപ്പുകളെ രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ആ നിസ്സഹായ അവസ്ഥ. രാത്രി 1 മണിയായപ്പോൾ ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ അപ്പോൾ മോന് പറഞ്ഞ ഒച്ച, അവിടെ എന്തോ ഒച്ച കേൾക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അവർ ഓടി താഴോട്ട് ഓടി ഞങ്ങൾ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കലക്ക് വെള്ളം, മരങ്ങളും എല്ലാം അടിഞ്ഞിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാരെ ഈ മമ്മിക്ക് അവരെയൊക്കെ കുറേ ആളുകളൊക്കെ രക്ഷപ്പെടുത്തി. സുരേഷ് ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. കുറച്ച് ആളുകളൊക്കെ രക്ഷപ്പെടുത്തി അവർ. എന്നിട്ട് നോക്കുമ്പോൾ പിന്നെയും രണ്ടാമതും കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെന്താക്കി, എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം താഴോട്ട് ഇറങ്ങിക്കൊള്ളിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കാം, നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ അറിയാമല്ലോ എൻ്റെ ഭാഗത്തേക്ക്. നോക്കിയിട്ട് കറണ്ടും ഇല്ല. അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ഇരുട്ടത്ത് എങ്ങോട്ടോ ഓടുകയെന്നും പറഞ്ഞു. അപ്പോൾ അനിയൻ്റെ വീടൊക്കെ എൻ്റെ വീടിൻ്റെ താഴെയാണ് താമസിക്കുന്നവർ. അവർക്ക് 2 പേരക്കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ അടുത്ത പിന്നെ ഇവരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ഓടുക എന്നുള്ളത് അവർക്ക് ഒരു പിടുത്തമല്ല. ഞങ്ങൾ ലാസ്റ്റ് അവരെ വിളിച്ച് മുകളിൽ നിർത്തി എന്താ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ രണ്ടാമത് ഉരുൾപൊട്ടൽ ഒരു 2 മണിയാകുമ്പോഴേക്കും രണ്ടാമത്തെ വന്നു. അമ്മയുടെ കരങ്ങളിൽ നിന്ന് മക്കൾ വേർപെട്ടുപോയ മാതാപിതാക്കളുടെ നിലവിളികൾ. ആരോരും തുണയില്ലാതെ ആ ഒരു രാത്രി കൊണ്ട് എങ്ങോട്ട് പോയെന്നറിയാതെ ഇന്നും നിലവിളികൾ. കൂടപ്പിറപ്പുകളെ തേടി ആശുപത്രി വരാന്തകളിലും ഫോട്ടോ കാണിച്ചും കണ്ണു നിറച്ച് നിൽക്കുന്നവരുടെ അവസ്ഥ. എന്നിട്ടും കലിപ്പടങ്ങാതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ 3 പേരും എൻ്റെ വാപ്പയെ ഞങ്ങൾ കൂടി വണ്ടിയായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ചൂരൽമല ഒക്കെ ചെളി പൂണ്ട് കിടക്കുക. പിന്നെ ഇവരാരും കിട്ടുന്നില്ല. മുണ്ടക്കൈ പാടിയിലായിരുന്നു. ഇപ്പം എൻ്റെ സാറേ ഞാനിപ്പോൾ ആ പാടിയിൽ പോയി, അവർ താമസിച്ച പാടിയിൽ ഞങ്ങൾ 5 പേര് കൂടി ഇപ്പോൾ പോയി. അപ്പം ഞാൻ എല്ലാം പോയി. അപ്പോൾ ഇവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, മോനെ ആ പാടി ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നിട്ടുണ്ട്, നമുക്ക് പോയി. അപ്പോൾ ഒന്നുമില്ല, ഇവരെ മയ്യത്ത് പോലും എനിക്ക് കാണാൻ കിട്ടുന്നില്ല.
5 പേരെ കിട്ടിയിട്ടുണ്ട്. 6 പേരെ ഇനിയുണ്ട്. എൻ്റെ അളിയൻ ചെക്കനൊക്കെ ഒരു പക്വത എത്തിയിട്ടില്ല. ചെറിയ ചെക്കന സൽമാൻ അപ്പൂസിനെ വിളിക്കുക. ആ ചെക്കനൊന്നും പക്വത ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതിന് ഒന്നുമില്ലെങ്കിൽ അവിടെ എങ്ങൊന്നും പോയി അങ്ങനെ പോയത്. ഞാനിപ്പോൾ എൻ്റെ പൊന്നു സാറേ, ഞാനിപ്പോൾ അവിടെ ഞങ്ങൾ കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൊരു ചെളിയാവുന്നത്. അവിടെ അപ്പുറം ഇപ്പുറം ഒക്കെ പോയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ എനിക്ക് 4 പേരെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ അരുമിൻ്റെ സുരക്ഷിത അപ്പുറത്താണെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ പടച്ചവൻ കൊണ്ടുപോയി. ഇനിയും ജീവന്റെ തുടിപ്പുകൾ ആ മണ്ണിൽ അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കേരളം ഒറ്റക്കെട്ടായി. കയ്യും മെയ്യും മറന്ന് രാവും പകലുമില്ലാതെ കൂടെ പിറക്കാത്ത കൂടപ്പിറപ്പുകൾക്കായി അവരും പ്രവർത്തിച്ചു. ജീർണിച്ച ശരീരവും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടവരെയും മനസ്സിലാക്കാൻ പറ്റാതെ നിരവധി കുടുംബങ്ങൾ. കണ്ടു നിൽക്കുന്നവരുടെ പോലും ഉള്ളു നനയ്ക്കുന്ന കാഴ്ചകൾ. കുത്തി ഒലിച്ചു വരുന്ന പുഴയോടും പ്രകൃതിയോടും മലയാളി പ്രതികാരം തീർത്തത് ഒറ്റക്കെട്ടായി. എത്തിപ്പെടാൻ പോലും പറ്റാത്തിടത്തേക്ക് പാലം പണിതും ഹെലികോപ്റ്റർ ഇറക്കിയും കരസേനാംഗങ്ങൾ. ഒരുമയോടെ രാവന്തിയോളം കാണാതായവർക്കായി സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധരായി. ആ ഒരു സ്ത്രീയുടെ ഹെഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പകുതി എടുത്തപ്പോൾ തന്നെ മുറിഞ്ഞു പോയി. അതൊരു സ്ലാവിൻ്റെ അടിയിലെ കുടുങ്ങി കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വലിയ ഇറ്റാച്ചി വന്ന് സ്ലാവ് എടുത്ത് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ, ഒരു ഏജ് ആയിട്ടുള്ളൊരു സ്ത്രീയുടെ ഒരു സെറ്ററിൽ പൊതിഞ്ഞ് കിടക്കുന്നൊരു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ മിസ്സായിട്ടുണ്ട്. എൻ്റെ വൈത്തിരിയിൽ എൻ്റെ നമ്മളൊരു സഹപ്രവർത്തനമായിട്ടുള്ള യൂസുഫ് എന്ന് പറഞ്ഞ ആൾ, പുള്ളി മോളെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നതാണ്. പുള്ളിയും ഭാര്യയും കൂടി. അന്ന് പുള്ളി പോയി. പുള്ളിയുടെ അത് കിട്ടിയിട്ടില്ല. മോളെയും മരുവാനെയും ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അവരെന്നലെ കവറടക്കം കഴിഞ്ഞു. അവരൊന്നും ഇതുവരെ ഒരു അഡ്രസ്സും ഇല്ല. ഇനിയും എത്രത്തോളം ആളുകളെന്നില്ല ആർക്കും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. മിസ്സിങ് ആയതിനിപ്പം കറക്റ്റായിട്ട് ഡീറ്റെയിൽസൊക്കെ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പുറം ലോകം അറിയാത്ത കഥകൾ ഇനിയും ഏറെയുണ്ടായിരുന്നു ഇവിടത്തുകാർക്ക് പറയാൻ. ദുരന്തത്തിന്റെ വേഗത മനസ്സിലാക്കാൻ ചാലിയാറിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ തന്നെ ധാരാളമായിരുന്നു. മുണ്ടക്കയിൽ നിന്നും സൂചിപ്പാറയും കടന്ന് ചാലിയാറിൽ നിന്നും മുണ്ടേരിയിലേക്ക് പാതി മുറിഞ്ഞ ശരീരഭാഗങ്ങളും മരത്തടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീർണിച്ച മൃതദേഹങ്ങളും. ഉരുൾപൊട്ടലിന്റെ വേഗത മനസ്സിലാക്കാൻ ഇനി എന്തു വേണം? തെരച്ചിൽ അതിവേഗത്തിലാണ്. ഏവരും ഉറ്റവർക്കായി നെട്ടോട്ടമോടുന്നതിനിടെയാണ് ആ കാഴ്ച. ആരെയോ തിരഞ്ഞലയുകയാണ് ഒരു നായ. 3-4 ദിവസങ്ങൾക്ക് ശേഷം തേടി നടന്ന തന്റെ മാതാവിനെ കണ്ടെത്തിയ സന്തോഷം. ഉറ്റവരെ കാത്ത് മറ്റുള്ളവരും.
ജീവിക്കണോ? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? ഇനി എങ്ങോട്ട്? സർവവും നഷ്ടപ്പെട്ടവരുടെ ആശങ്ക പൊട്ടിപ്പുറപ്പെട്ട മലയേക്കാൾ വലുതായിരുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ദിനങ്ങൾ. ആരൊക്കെയോ വരുമെന്ന പ്രതീക്ഷയോടെ ഉറ്റവർക്കായി കാത്തിരിക്കുകയാണ്. വയനാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിസ്സഹായരായ മാധ്യമപ്രവർത്തകരും. ഒടുവിൽ തിരിച്ചറിയാത്ത ആളുകൾക്കായി ഒരുമിച്ചൊരിടം.